അപ്പം മണക്കുന്നൊരേ കോഴിക്കോട് ഹലുവ മണക്കുന്നൊരേ കോഴിക്കോട് കണ്ടോളി. ഹലോ ഗൈസ്, എല്ലാവർക്കും ശുദ്ധ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കക്കോടി ഗ്രീൻ വേൾഡിലാണ്. പിന്നെ ഈ ഗ്രീൻ വേൾഡിലത്തെ ഈ റിവർ ഉത്പാദിപ്പിക്കുന്നത് നമ്മളുടെ ബാണാസുര ഡാം എന്നാണ്. പിന്നെ ഗൈസ്, പിന്നെ അവിടുന്ന് കുറേ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് ഈ റിവറിലേക്ക് അടിഞ്ഞു ചേരുന്നു. പിന്നെ ഗൈസ്, പിന്നെ അവിടെ ഒരു ബെഞ്ചും കൂടി ഉണ്ട്. പിന്നെ ഗൈസ്, നമ്മള് ഇവിടെ നിൽക്കുമ്പോ വല്ലാത്തൊരു ഫീലിംഗ് ഗൈസ്, നല്ല സുഖം അവിടെ നിൽക്കാൻ. പിന്നെ ഗൈസ്, മഴക്കാലത്തിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ 2 നില വീടാണ് എടുക്കുന്നത്. കാരണം ഒരു നില ഫുള്ള് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ മുകളിലത്തെ നില ഉപയോഗിക്കുന്നത് കൊണ്ടാണ് 2 നില വീടെടുത്തത്. അപ്പൊ ഗൈസ്, നമുക്ക് ആ ബെഞ്ചിന്റെ അടുത്തേക്ക് ഒന്ന് പോവാം. കമ്മോ. പിന്നെ ഗൈസ് ഒക്കെ ആണെങ്കിൽ നല്ല മീൻകുട്ടികളൊക്കെ ഉണ്ട്. നല്ല ഫീലാണ് ഇവിടെ നിൽക്കുമ്പോ. അപ്പൊ ഗൈസ് കമോ. അപ്പൊ ഗൈസ്, ഇവിടെ നല്ലോണം വൃക്ഷങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ശുദ്ധമായ വായു നമുക്ക് ശ്വസിക്കാൻ പറ്റും. പിന്നെ ഗൈസ്, പുഴയുടെ അടുത്തായതും കൊണ്ട് ചൂടേ നമുക്ക് തോന്നൂല. നല്ലൊരു സുഖം കാണാലോ അവിടെ ഫുള്ള്. പിന്നെ ഇവിടെയാണെങ്കിൽ നല്ല സ്ലിപ്പ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ വേണം ഇട്ടുകൊണ്ട് വരാൻ. അല്ലെങ്കിൽ തെന്നിയിട്ട് ഈ റിവറിന്റെ അകത്തേക്ക് വീണിട്ട് ഒഴുകി പോകും. ഇപ്പോൾ റിവറിന്റെ ഒഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. മുകളിൽ കുറച്ച് ഒഴുക്കേ കാണുള്ളൂ, പക്ഷെ അടിയിൽ നല്ല ഒഴുക്കുണ്ടാവും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം നന്നായിട്ട് സൂക്ഷിക്കണം. പിന്നെ ഗൈസ്, ഇവിടെ ആണെങ്കിൽ കുറെ കുട്ടികള് ബാഡ്മിന്റൺ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇത്. പിന്നെ മഴക്കാലത്തൊക്കെ ഇവിടെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം പോയി കഴിഞ്ഞാൽ